ആരാരും മൈൻഡ് ചെയ്യാത്ത ഒരു മനുഷ്യരുണ്ടായിരുന്നു, യാതൊരു പരിഗണനയും കൊടുക്കാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ. ബിലാൽ ഇബ്നു റബാഹ അവിടുന്ന് കറുത്ത വർഗക്കാരനാണ്, മാത്രമല്ല അവിടുന്ന് അടിമയുമാണ്. കറുത്ത വർഗക്കാരന് തന്നെ യാതൊരു സ്ഥാനവും കൊടുക്കാത്ത കാലഘട്ടമാണ്. ആ കറുത്ത വർഗക്കാരനും അടിമയുമായിരുന്ന ബിലാൽ തങ്ങളെ അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചമങ്ങ് കൊടുത്തപ്പോൾ, ഈമാനികമായ പ്രകാശമങ്ങ് കൊടുത്തപ്പോൾ അല്ലാഹു ആ ബിലാൽ തങ്ങളെ ഉയർത്തിയത് എങ്ങനെയാണെന്നറിയുമോ? അൽ മുഅദ്ദിനു റസൂലുള്ളാഹിന്റെ മുഅദ്ദിൻ എന്ന് പറയുന്ന, റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഅദ്ദിൻ എന്ന് പറയുന്ന ആ ഒരു വലിയ പദവിയിലേക്ക് മഹാനായ ബിലാൽ തങ്ങൾ അങ്ങ് ഉയർത്തപ്പെട്ടു പോയി. എന്തേ കാരണമെന്നറിയുമോ? അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്നുള്ളതാണ്. ഒരാള് പോലും പരിഗണിക്കാത്ത, ഒരാള് പോലും മൈൻഡ് ചെയ്യാതിരുന്ന അടിമയുമായിരുന്ന ബിലാൽ തങ്ങളെ അല്ലാഹു ആ വലിയ പദവിയിലേക്ക് ഉയർത്താനുള്ള കാരണം അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു എന്നുള്ളതാണ്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ അവിടുന്ന് വലിയ രോഗശയ്യയിൽ കിടക്കുമ്പോൾ, മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ അവിടുന്ന് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വീകരിക്കുന്ന ഒരു രംഗമുണ്ട്. സുബ്ഹാനല്ലാഹ്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ അവിടുന്ന് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന സമയത്തതാ മഹാനായ ബിലാൽ തങ്ങളുടെ ഭാര്യയങ്ങ് വരികയാണോ, എന്നിട്ടതാ മഹാനായ ബിലാൽ തങ്ങളുടെ തലഭാഗത്തങ്ങ് ഇരിക്കുകയാണോ, എന്നിട്ടതാ അവിടുന്ന് കരയുകയാണ്. വാ ഹുസ്നാ, എന്തൊരു സങ്കടമാണ്, എന്തൊരു വിപത്താണല്ലോ. എന്റെ ഭർത്താവ് ലോകത്തോട് വിട പറയാൻ പോവുകയാണല്ലോ, എന്റെ ഭർത്താവ് ലോകത്തോട് വിട പറയാൻ പോവുകയാണല്ലോ. എന്തൊരു ദുഃഖമാണ്, എന്തൊരു സങ്കടമാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുകയാണ്, അങ്ങനെ പറയല്ല, ബൽ വാഖിബാ, എന്തൊരു സന്തോഷമാണ്, എന്തൊരു ആനന്ദമാണ്. അസ്രായീലേ സ്വാഗതം സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വീകരിക്കുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? അവിടുന്ന് ഭാര്യയോട് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ഭൂമി ലോകം വഫാത്തായ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വഫാത്തായതിനു ശേഷം ഈ ബിലാൽ തങ്ങൾ മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ടില്ല, ബിലാൽ തങ്ങൾ ചിരിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ല